ഗുഡ് മോർണിംഗ്. ഇന്ന് ഏപ്രിൽ 13 തിങ്കളാഴ്ചയാണ്. ഇന്ന് അത്ര ഗുഡ് അല്ലാത്ത ഒരു മോർണിംഗ് ആയിരിക്കും. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടു. 21 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഒരു കരാറിലും എത്താൻ കഴിയില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കുകയുണ്ടായി. ഇന്നലത്തെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോവാതെ എന്താണ് സത്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം പാകിസ്ഥാനാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത്. 1979 ശേഷം ഇതാദ്യമായിട്ടാണ് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ഒരു കൂടിക്കാഴ്ച പോലും നടക്കുന്നത്. ഇതിനോട് ഇറാൻ്റെ ഒരു പ്രതികരണം എത്തരത്തിലാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കൂടിക്കാഴ്ച കൊണ്ടൊന്നും ഒരു കരാറ് അന്തിമ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഇറാൻ്റെ ഭാഗം അങ്ങനെയാണെങ്കിൽ കൂടി ഇതിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ് എന്നത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിലൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ ഞാനൊന്ന് വായിക്കാം. വിൽ ബിഗിൻ ദി പ്രോസസ് ഓഫ് ബ്ലോക്കേഡിംഗ് എനി ആൻഡ് ഓൾ ഷിപ്സ് ട്രൈയിങ് ടു എൻ്റർ ഓർ ലീവ് ദി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്. അതായത് ഹോർമൂസ് കടൽപാത ഇനി മുതൽ US നേവി ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു. ഇറാന് ഒരു താരിഫ് നൽകിയിട്ടാണോ ഈ കപ്പലുകൾ അവിടെ നിന്നും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടന്നു പോകുന്നത് എന്ന് കൃത്യമായി തന്നെ US നേവി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കപ്പലുകൾ ഇനി വിടുക. ഏതായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് വളരെ മോശമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് കാണാൻ കഴിയുക എല്ലാവർക്കും അറിയുന്നത് പോലെ ഓയിൽ പ്രൈസുകളിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓയിൽ പ്രൈസുകൾ എത്തരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് ആദ്യം നോക്കട്ടെ. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ 8% നേട്ടത്തിൽ $103 ട്രേഡ് ചെയ്യുന്നത്. ഇനി US ഫ്യൂച്ചേഴ്സിലേക്ക് വന്നാൽ S&P 500 ഏകദേശം 1% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ വിപണികളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.5% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,765 എന്ന നിലയിലാണ്. 325 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 330 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഗോൾഡ് സിൽവർ പ്രൈസുകൾ ഇടിവിലാണ്. ഗോൾഡ് പ്രൈസുകൾ 2%, സിൽവർ 3.25% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 3.5% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഒരു വശത്ത് കാര്യങ്ങൾ ഇങ്ങനെ വളരെ മോശമായിട്ട് പോകുമ്പോഴും മറ്റൊരു വശത്ത് ഇന്ത്യയെ സംബന്ധിച്ച് സേഫ് ആവുന്ന ഒരു വാർത്ത കൂടി എന്ന് പറയാനുണ്ട്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്ത്യയിലെ എക്സ്പോർട്ടർമാരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത കൂടിയുണ്ട്. ഇന്ത്യയും UK തമ്മിലുള്ള ആ വലിയ ട്രേഡ് ഡീല് മെയ് മിഡോടുകൂടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ഈ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 99% എക്സ്പോർട്ടുകൾക്ക് UKയിൽ ഡ്യൂട്ടി ഫ്രീ എൻട്രി ആയിരിക്കും ലഭിക്കുക. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ UK വ്യാപാരം ഏകദേശം $56.9 മില്യൺ ആയിരുന്നു. അത് ഈ ഫോറിൻ ട്രേഡ് അഗ്രിമെൻ്റ് വഴി 2030 ആകുമ്പോഴേക്കും $120 ബില്യൺ എത്തി ഇരട്ടിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധവുമൊക്കെയായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ ഒരു കരാർ ഏതൊക്കെ മേഖലകൾക്കാണ് ഗുണം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ, ഫുട്വെയർ, ജെംസ് ആൻഡ് ജ്വല്ലറി, ടോയ്സ്, സ്പോർട്സ് ഗുഡ്സ് തുടങ്ങിയ സെഗ്മെൻറ്റിലുള്ള കമ്പനികൾക്കൊക്കെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇനി UK മാർക്കറ്റിൽ ഇതേ സമയം തന്നെ ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ചില സെഗ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്കോച്ച് വിസ്കി, അതിൻ്റെ നികുതി 180% നിന്ന് 75% കുറയും. കാറുകളുടെ ഇറക്കുമതി നികുതി 110% നിന്ന് 10% കുറയുന്നത് 5 വർഷത്തിൽ. ഇനി ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ചില സെഗ്മെൻറ്റുകൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോമൊബൈലിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലിക്വർ ഇൻഡസ്ട്രിക്ക് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. FMCG, അതായത് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, കോസ്മെറ്റിക് ഐറ്റംസ് തുടങ്ങിയ സെഗ്മെൻറ്റിലുള്ള കമ്പനികൾക്കും നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത കൂടിയാണിത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മൾ ആരംഭിച്ച സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിനെ കുറിച്ച് പറയാം. ഇനി വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് നല്ല പ്രത്യേകമായിട്ടുള്ള ഓഫറുകൾ കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ, കൂടാതെ സ്ട്രാറ്റജി ബിൽഡിംഗ്,
ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ഇന്ന് സ്റ്റോക്ക് ന്യൂസുകൾക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാകില്ല, എന്നിരുന്നാലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആദ്യം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. സെയിൽസ് വോളിയത്തിൽ 22.36% ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1,194 യൂണിറ്റിലാണ് സെയിൽസ് ഉള്ളത്. എക്സ്പോർട്ട് വോളിയത്തിൽ 6.6% ഇടിവ് വന്നു. പ്രൊഡക്ഷൻ വോളിയത്തിൽ 13.24% വർധനവും രേഖപ്പെടുത്തി. അടുത്ത ലാർസൺ ആൻഡ് ടുബ്രോ ആണ്. L&Tയുടെ സബ്സിഡറിയായ L&T റിയാലിറ്റി പ്രോപ്പർട്ടീസ് ഇൻ്റർനാഷണൽ ഗ്രീൻ സ്കാപ്സ് എന്ന കമ്പനിയിലുള്ള 100% ഓഹരികൾ സ്വന്തമാക്കി. ഇതോടെ IGSL പൂർണ്ണമായും L&Tയുടെ സബ്സിഡറിയായി മാറുകയും ചെയ്തു. അടുത്ത സ്വിഗ്ഗി എന്ന കമ്പനിയാണ്. അവിടെ ഡയറക്ടർ ബോർഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഫൗണ്ടർ ലക്ഷ്മി നന്ദൻ റെഡ്ഡി ഓബുൾ ഹോൾ ടൈം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. റോഗർ ക്ലർക്ക് റാബ്ലിസ് നോമിനി ഡയറക്ടർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. പുതിയ ഡയറക്ടർമാരായി റെനൻ ഡി കാസ്ട്രോ, അലൻ പിൻറ്റോ, ഫാനി കിസാൻ അഡേപ്പള്ളി, രാഹുൽ ബോത്ര എന്നിവരെ നിയമിച്ചു. മറ്റൊരു കമ്പനി എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് എന്ന കമ്പനിയാണ്. സ്വച്ഛ് മഹാരാഷ്ട്ര മിഷൻ വഴി 972.2 കോടി രൂപ വില വരുന്ന 2 പ്രൊജക്റ്റുകൾ കമ്പനി നേടിയിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്ത മഹാനഗർ ഗ്യാസ് ആണ്. പ്രവീൺ കുമാർ ശ്രീവാസ്തവ പുതിയ മാനേജിംഗ് ഡയറക്ടറായി 5 വർഷത്തേക്ക് സ്ഥാനമേറ്റു. നിലവിലെ MD ആശു സിംഗ്വാൾ ഏപ്രിൽ 30 മുതൽ പദവിയൊഴിയും. അടുത്തത് കൃഷ്ണ ഡിഫൻസ് ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി. മനീഷ് ഷാ പുതിയ CFO ആയി നിയമിതനായി. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ഇന്നോവിഷൻ, ജസ്റ്റ് ഡയൽ, സ്വരാജ് എൻജിൻസ്, കോണ്ടിനെൻ്റൽ കൺട്രോൾസ്, ഇൻഡ് ബാങ്ക് ഹൗസിംഗ് തുടങ്ങിയ കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയുമാണ്. അടുത്ത FID ആക്ടിവിറ്റിയിലേക്കാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം FIIs ബൈയിങ്ങിലേക്ക് മടങ്ങി വന്ന ഒരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച. FIS 672 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIs ആവട്ടെ 410 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നിഫ്റ്റിയെക്കുറിച്ചും ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് നല്ല നേട്ടത്തിലായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 24,051 276 പോയിൻറ്റ്സാണ് ഉയർന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ല മൂവ്മെൻ്റാണ് ലഭിച്ചിരുന്നത്. അത്തരത്തിൽ പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച നിഫ്റ്റി ഈ ഒരു സോൺ ടച്ച് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ വരികയുണ്ടായി. കൂടാതെ ബുധനാഴ്ചത്തെ ആ ഒരു ഹൈയും ബ്രേക്ക് ചെയ്തു. ഇനി നമുക്ക് ഒരു കൺഫർമേഷൻ കൂടി കിട്ടേണ്ടതുണ്ട്. അതായത് വെള്ളിയാഴ്ചത്തെ ഹൈക്ക് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനൊരു കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. ഏതായാലും ഈ ഒരു ചാനലിന് ഉള്ളിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് ചെറിയൊരു പോസിറ്റീവായിട്ടുള്ളത്. ഏതായാലും ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ താഴത്തുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും കൂടാതെ ഒരു സൈഡ് വേസിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് വിപണിയിൽ നമ്മളൊരു അപ് ട്രെൻഡിലേക്കൊക്കെ പോയി എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഫോള് നമുക്ക് വന്നത്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 24,300 അതിനുശേഷം 24,200 അതിനുശേഷം 24,100 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,800 അതിനുശേഷം 23,900 അതിനുശേഷം 24,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആകാൻ സാധ്യതയുള്ളത് 24,200 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന 24,000 എന്ന സ്ട്രൈക്കുമാണ്. ഇവിടെ പുട്ട് റൈറ്റിംഗ് പോലെ തന്നെ കോൾ റൈറ്റിംഗും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് 24,000 അതായത് ആ 24,000 ഒരു ക്രൂഷ്യലാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് വെള്ളിയാഴ്ച 55,913 1091 പോയിൻറ്റ്സ് അഥവാ 2% ഉയർന്നാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നല്ല അപ്പ് മൂവ്മെൻറ്റിൻ്റെ സാധ്യതകളൊക്കെ കാണിച്ചു തന്നൊരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച. പക്ഷേ ഇന്നത്തെ ഫോളോയോട് കൂടി വീണ്ടും ഈ ഒരു ഡൗൺ സൈഡിലെ സപ്പോർട്ട് സോണിലേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലെ ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കോ വരാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.